ദേശീയ രാഷ്ട്രീയത്തിൽ ബിജെപിയുടെ ആധിപത്യത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടതില്ല. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ കൃത്യതയോടെ വ്യക്തമായി ഓരോ കരുക്കളും നീക്കി മുന്നോട്ടു പോവുകയാണ്. ദേശീയ തലത്തിൽ ബിജെപി തങ്ങളുടെ കരുത്ത് തെളിയിക്കുമ്പോഴും ഇതുവരെ കടന്നു ചെല്ലാൻ അല്ലെങ്കിൽ കീഴ്പ്പെടുത്താൻ കഴിയാത്ത സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാളും തമിഴ്നാടും. എന്നാൽ ഈ തിരഞ്ഞെടുപ്പോടുകൂടി ഈ രണ്ട് സംസ്ഥാനങ്ങളും നോട്ടമിട്ടിരിക്കുകയാണ് ബിജെപി. ശക്തമായ മുന്നേറ്റത്തിനാണ് പാർട്ടി ഇവിടെ തയ്യാറെടുക്കുന്നത്. പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ബിജെപിയുടെ രാഷ്ട്രീയ വളർച്ചയുടെ അവസാന അതിർത്തി എന്നാണ് ഈ പോരാട്ടത്തെ പാർട്ടി തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ കിഴക്കൻ ദക്ഷിണേന്ത്യൻ തീരദേശ സംസ്ഥാനങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ കോറമണ്ഡൽ ബ്ലൂ പ്രിന്റ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കങ്ങളെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ മാസ്റ്റർ പ്ലാന്റെ പ്രധാന ലക്ഷ്യം പശ്ചിമ ബംഗാൾ, ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ നേടി സ്വാധീനം വ്യാപിപ്പിക്കുക എന്നതാണ്. പശ്ചിമ ബംഗാളിൽ ഇതിനോടകം തന്നെ വമ്പൻ കരുനീക്കമാണ് ബിജെപി നടത്തിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ 2 ആഴ്ചയായി ബംഗാളിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ഭൂപേന്ദർ യാദവ്, സുനിൽ ബൻസാൽ തുടങ്ങിയ മുതിർന്ന നേതാക്കളും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ബംഗാൾ തെരഞ്ഞെടുപ്പിലാണ് പാർട്ടിക്ക് പ്രതീക്ഷ ഏറെയുള്ളതെങ്കിലും തമിഴ്നാടിനെ ബിജെപിയുടെ മുൻഗണനാ പട്ടികയിൽ ഏറ്റവും മുകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് ബിജെപി നിലവിൽ ഒരു ജൂനിയർ സഖ്യകക്ഷിയാണെങ്കിലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാമെന്നാണ് പാർട്ടി കണക്കാക്കുന്നത്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ആ 2 സംസ്ഥാനങ്ങളിലെ വിജയം കേവലം ഒരു തിരഞ്ഞെടുപ്പ് ജയത്തിന് അപ്പുറം തങ്ങളുടെ രാഷ്ട്രീയ യാത്രയിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരിക്കും. ബംഗാളും തമിഴ്നാടും ബിജെപിക്ക് ഏറെക്കാലമായി വെല്ലുവിളിയായ സംസ്ഥാനങ്ങളാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെയും തമിഴ്നാട്ടിൽ ദ്രാവിഡ പാർട്ടികളുടെയും ശക്തമായ ആധിപത്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നേരിട്ട തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ മാത്രമല്ല സാമൂഹിക സാംസ്കാരിക തലത്തിലും ഇടപെടലുകൾ വർദ്ധിപ്പിക്കേണ്ടത് ഉണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പുതിയ തന്ത്രത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ ശക്തമായ നേതാക്കളെ വളർത്തുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകും. ദേശീയ നേതാക്കളെ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്ന് മാറി പ്രാദേശിക പ്രശ്നങ്ങളും ജനവിഭാഗങ്ങളെയും മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് ബിജെപിയുടെ പദ്ധതി. സംസ്ഥാനങ്ങളിലെ പ്രത്യേകമായ സാമൂഹിക ഘടനയും രാഷ്ട്രീയ പശ്ചാത്തലവും കണക്കിലെടുത്ത വ്യത്യസ്ത പ്രചാരണ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിൽ ബംഗാളിൽ ഈ തന്ത്രം ബിജെപി പുറത്തെടുത്തിട്ടുമുണ്ട്. ബംഗാളിൽ മത സാമൂഹിക ഘടകങ്ങൾ കൂടുതൽ മുൻനിർത്തിയുള്ള രാഷ്ട്രീയമാണ് ബിജെപി ലക്ഷ്യമിടുന്നത്. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ പ്രചാരണത്തിലൂടെയും ഗ്രാമീണ മേഖലകളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ശ്രമം. പ്രത്യേകിച്ച് താഴ്ന്ന വരുമാന വിഭാഗങ്ങളെയും പുതിയ വോട്ടർമാരെയും ലക്ഷ്യമിട്ടുള്ള പ്രചാരണങ്ങൾ ശക്തമാക്കും. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ശക്തമായ സ്വാധീനം പരിഗണിച്ച ഭാഷയും സംസ്കാരവും മാനിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ബിജെപി സ്വീകരിക്കുന്നത്. തമിഴ് തിരിച്ചറിവിനെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനാണ് ശ്രമം. അതേസമയം മത സാംസ്കാരിക ഘടകങ്ങൾ ഉൾപ്പെടുത്തി ജനങ്ങളുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളും പ്രാദേശിക ആചാരങ്ങളും കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിനകം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ഇതിനെല്ലാം പുറമെ ബൂത്ത് തലത്തിൽ പ്രവർത്തനം കൂടുതൽ സജ്ജമാക്കുക, പ്രവർത്തകരുടെ ശൃംഖല വിപുലീകരിക്കുക, ഡിജിറ്റൽ പ്രചാരണം ശക്തമാക്കുക എന്നിവയ്ക്കും പ്രാധാന്യം നൽകും. യുവാക്കളെയും ആദ്യ വോട്ടർമാരെയും ലക്ഷ്യമിട്ട് പ്രത്യേക ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനും പാർട്ടി പദ്ധതിയിടുന്നുണ്ട്. ബിജെപിയുടെ ദീർഘകാല രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ നീക്കങ്ങളെല്ലാം. ഈ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാനായാൽ ബംഗാളും തമിഴ്നാടും പോലുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് പുതിയ രാഷ്ട്രീയ സാധ്യതകൾ തുറക്കാൻ ഇടയുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലം വരുന്നതിന് മുൻപേ തന്നെ 2027 തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ ബിജെപി ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ്, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള 7 സംസ്ഥാനങ്ങളിൽ പാർട്ടി സംവിധാനങ്ങൾ സജ്ജമാക്കാൻ ബിജെപി ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരഞ്ഞെടുപ്പിന്റെ അവസാനം എന്നത് അടുത്ത പോരാട്ടത്തിന്റെ തുടക്കമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മാർഗനിർദ്ദേശപ്രകാരം ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ ഇതിനോടകം തന്നെ നിർണായക സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തി കഴിഞ്ഞതായും പാർട്ടി അറിയിച്ചു. മെയ് 4 വോട്ടെണ്ണൽ നടക്കാനിരിക്കുന്ന കേരളം, തമിഴ്നാട്, ബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വലിയ വിജയമാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ഇത്തവണ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയിലാണ് പാർട്ടി ക്യാമ്പ്. അസമിലും പുതുച്ചേരിയിലും ഭരണം നിലനിർത്തുമെന്നും ബംഗാളിലും തമിഴ്നാട്ടിലും എൻഡിഎ സർക്കാർ അധികാരത്തിൽ വരുമെന്നും ബിജെപി കണക്കുകൂട്ടുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ഊർജ്ജം പകരുന്ന രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. അതിനിടെ ഗുജറാത്ത്,
അഹമ്മദാബാദ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ BJP ചരിത്ര വിജയം സ്വന്തമാക്കിയതും വലിയ നേട്ടം തന്നെയാണ്. സംസ്ഥാനത്തെ 15 കോർപ്പറേഷനുകളിലും BJP ഭരണം പിടിച്ചെടുത്തു. അഹമ്മദാബാദ്, സൂറത്ത്, വഡോദര തുടങ്ങിയ നഗരങ്ങളിൽ കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും ബഹുദൂരം പിന്നിലാക്കിയാണ് BJPയുടെ മുന്നേറ്റം. പോർബന്ദർ, മോർബി നഗരങ്ങളിൽ ആകെയുള്ള എല്ലാ സീറ്റുകളും BJP തൂത്തുവാരി. സൂറത്തിൽ കഴിഞ്ഞ തവണ മികച്ച പ്രകടനം നടത്തിയ ആം ആദ്മി പാർട്ടി ഇത്തവണ 4 സീറ്റുകളിൽ ഒതുങ്ങിയപ്പോൾ ജില്ലാ പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും നേടി BJP ഗ്രാമമേഖലകളിലും തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. ആര് വാഴും വീഴും എന്നത് മെയ് 4 ഫലം പുറത്തു വരുന്നതോടെ കൂടി വ്യക്തമാകും.